നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. വാട്സപ്പിലെ വ്യൂവൻസ് ഫീച്ചറിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പുതിയ വാദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. വ്യൂവൻസായി ലഭിച്ച ഫോട്ടോയോ വീഡിയോയോ ഒരിക്കൽ കണ്ടതിനു ശേഷം അതേ ചാറ്റിൽ .rvo എന്ന് ടൈപ്പ് ചെയ്തയച്ചാൽ ആ ചിത്രം വീണ്ടും കാണാനാകും എന്നതാണ് വൈറലാകുന്ന സന്ദേശങ്ങളിലെയും വീഡിയോകളിലെയും അവകാശവാദം. എന്നാൽ ഈ പ്രചാരണം പൂർണ്ണമായും തെറ്റാണ്. ഉപയോക്താക്കളുടെ സ്വകാര്യത ഉറപ്പാക്കുവാൻ വാട്സപ്പ് അവതരിപ്പിച്ച ഫീച്ചറായിരുന്നു വ്യൂവൻസ്. ഈ സംവിധാനത്തിലൂടെ അയക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ശബ്ദ സന്ദേശങ്ങളും സ്വീകർത്താവിന് ഒരു തവണ മാത്രമേ തുറന്നു കാണുവാൻ സാധിക്കൂ. ഒരിക്കൽ തുറന്നു കണ്ട ശേഷം ചാറ്റിൽ നിന്ന് പുറത്തു കടന്നാൽ ആ ഫയൽ വീണ്ടും തുറക്കുവാൻ സാധിക്കില്ല. .rvo എന്നോ മറ്റേതെങ്കിലും കോഡോ ചാറ്റിൽ ടൈപ്പ് ചെയ്തയച്ചാൽ ചിത്രം തിരിച്ചു വരും എന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഔദ്യോഗിക വാട്സപ്പിൽ അത്തരത്തിലൊരു കമാൻഡോ രഹസ്യ ഫീച്ചറോ നിലവിലില്ല. അതിനാൽ ഈ കോഡ് ഉപയോഗിച്ചാലും യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. വ്യൂവൻസ് ഫയലുകൾ ഫോണിന്റെ ഗാലറിയിൽ സ്വയം സേവ് ചെയ്യപ്പെടില്ല. അവ കോപ്പി ചെയ്യുവാനോ ഫോർവേഡ് ചെയ്യുവാനോ വീണ്ടും ഷെയർ ചെയ്യുവാനോ സാധിക്കില്ല. കൂടാതെ വ്യൂവൻസ് ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുക്കുന്നതും വാട്സപ്പ് തടഞ്ഞിട്ടുണ്ട്. അയച്ച ശേഷം 14 ദിവസത്തിനുള്ളിൽ തുറക്കാത്ത വ്യൂവൻസ് സന്ദേശങ്ങൾ സ്വമേധയാ ഇല്ലാതാക്കപ്പെടുകയും ചെയ്യും. ബാക്കപ്പിൽ നിന്ന് ഇത്തരം ഫയലുകൾ വീണ്ടെടുക്കുവാനും ചില നിബന്ധനകളുണ്ട്. പ്രധാനമായും മുമ്പ് തുറക്കാത്ത സന്ദേശങ്ങൾ മാത്രമേ ബാക്കപ്പിലൂടെ ലഭിക്കൂ. ഒരിക്കൽ കണ്ട വ്യൂവൻ ഫയലുകൾ പിന്നീട് ഒരിക്കലും തിരികെ ലഭിക്കില്ല. അതേസമയം മറ്റൊരു മൊബൈൽ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് സ്ക്രീനിലെ ചിത്രം പകർത്തുന്നത് പോലുള്ള കാര്യങ്ങൾ സാങ്കേതികമായി നമുക്ക് തടയുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതീവ സ്വകാര്യമായ ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ അയക്കുമ്പോൾ വിശ്വസിക്കുവാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രം അയക്കുന്നതാകും ഏറ്റവും സുരക്ഷിതമായ മാർഗം. ചാറ്റിൽ .rvo പോലുള്ള പ്രത്യേക കോഡുകൾ ടൈപ്പ് ചെയ്താൽ വ്യൂവൻസ് ചിത്രങ്ങളോ വീഡിയോകളോ വീണ്ടും കാണുവാൻ കഴിയും എന്ന തരത്തിൽ പ്രചരിക്കുന്ന ഇത്തരം സന്ദേശങ്ങളും വീഡിയോകളും പൂർണ്ണമായും വ്യാജമാണ്. ഒരിക്കലും ഇത്തരം അവകാശവാദങ്ങൾ വിശ്വസിക്കരുത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അവയുടെ വസ്തുത പരിശോധിക്കണം.